നമ്മുടെ ഇന്ത്യ ഫുള്ളാണ് ഇങ്ങനെ ചുറ്റി കാണണം കേട്ടോ. അതാണ് ഒന്ന് 100 താഴെ ഇറങ്ങിയത്. ഞാൻ പോക്കായിരുന്നു 100 ആയിരുന്നല്ലോ കുറച്ച്. വയനാട് എന്ന് പറയുമ്പോ എല്ലാരും ആൾക്കാർക്ക് പട്ടിക്കാടാൻ വിചാരമുണ്ട് വയനാട്. നമ്മള് പോവാടാ പോവാൻ വേണ്ടി. നെക്സ്റ്റ് പിന്നെ തുണികൾ നമുക്ക് ഇപ്പോൾ ഉള്ള തുണികളൊക്കെ എടുത്തിട്ട് അങ്ങ് പോവാം. കുറച്ച് സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണ് ബേസിക്കലി നമ്മുടെ ഈ കാരമൽ ലൈഫ് കൊണ്ട് ഉദ്ദേശം തന്നെ. കാരമൽ ലൈഫിന്റെ കാര്യത്തെ പറ്റി നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് നമ്മള് ദൈവമേ മൊട്ടത്തിലേക്ക് വേർത്തട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ കുഞ്ഞിപ്പഴം നല്ല ഉറക്കത്തിലായിരുന്നു. ഇത്ര നേരം ഉറക്കത്തുനിന്ന് ഒരു സംഭവം നടന്നു. കുഞ്ഞിപ്പഴം പെട്ടെന്ന് രാവിലെയൊക്കെ 104 ഡിഗ്രി പനിയെന്ന ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. കുഞ്ഞിപ്പഴം പെട്ടെന്ന് വേർക്കാൻ തുടങ്ങിട്ടോ. ഭയങ്കര വേർക്കുന്നതിനർത്ഥം എന്താ? നമ്മുടെ കുഞ്ഞിപ്പഴം പനി വിട്ടുമാണ് നമ്മുടെ വിശ്വാസം. ചൂടൊക്കെ മാറിയിട്ടുണ്ട്, നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. എറിയാൻ നോക്കാൻ എടുത്തിട്ട് നോക്കിയപ്പോ കൊച്ചിനെ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് നല്ല പോലെ പനി നല്ല കുറവുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സെറ്റർ കുരി നമുക്കൊന്ന് റിലീസ് ചെയ്യാം. പനിന്ന് മോചിതയായിരിക്കാണ് കൂട്ടുകാരെ. എത്ര ഇന്നലെ രാത്രി പോലും ഭയങ്കര പനിയായിരുന്നു കേട്ടോ. ഭയങ്കര പേടിച്ചു കേട്ടോ. എന്താ വെച്ചാല് എത്ര പട്ടല്ലേ ഛർദിച്ചൊക്കെ ഭയങ്കരമായിട്ട് കുറെ നേരം ഛർദിച്ചു. എന്നിട്ട് നമുക്ക് ശരിക്കും പേടിച്ചായിരുന്നു കേട്ടോ. 103 ഡിഗ്രിന്ന് മാറുന്നില്ലായിരുന്നു പനി. നമ്മള് കുറെ മരുന്ന് കൊടുത്തു നോക്കി, പക്ഷെ അതൊന്നും മാറിയിട്ടില്ലായിരുന്നു. ഇന്നെന്തായാലും കുഞ്ഞിപ്പെണ്ണ പകൽ കിടന്നൊന്ന് ഉറങ്ങിപ്പോ എന്റെ ദൈവമേ മൊട്ടത്തിലേക്ക് വേർത്തട്ടോ. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിന്റെ പനി മാറിയത് തന്നെ നല്ലൊരു ലക്ഷണമായിട്ട് നമുക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തതാണ്. എന്താ വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ് 104-105 അത്രയും പനി വന്നായിരുന്നു കേട്ടോ. കുറയുന്നേല ടെൻഷനാണ്. ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റ് ആക്കണം. ഞങ്ങൾക്ക് എന്താ പറയാ, അവരെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞെങ്കിലും അഡ്മിറ്റ് ആക്കാത്ത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറ്റ്മോസ്ഫിയർ ഒട്ടും പറ്റത്തില്ല. കരഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ആ ടൈം ഫുള്ള് കരച്ചിലായിരുന്നു. ഈ അടിയൊക്കെ ഇങ്ങനെ ചുവന്ന്. ഇന്നലത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. കുഞ്ഞിപ്പെണ്ണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം വീഡിയോക്കകത്ത്. കുഞ്ഞിപ്പെണ്ണ് ഫുള്ള് കരച്ചിലായിരുന്നു. കരഞ്ഞ് ഇന്നലെ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാണ്ടിരുന്നേ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കാരമൽ ലൈഫിന്റെ കാര്യത്തെ പറ്റി നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് നമ്മള് ആയിട്ടുണ്ട് കൂട്ടുകാരെ. കാരമൽ ലൈഫ് നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് ഇപ്പൊ പനിയൊക്കെ ആയപ്പോ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതിപ്പോ നടക്കോ ഇനി ഇല്ലയോ. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിന്റെ ഗോൾഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും നമ്മൾ ട്രാവലിന് പോകാൻ വേണ്ടി വെക്കാനിരുന്ന ഗോൾഡ് ആയിരുന്നു അത് നമ്മൾ അതിന് മുന്നേ വേറെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു. ഇതിപ്പോ നമുക്ക് ട്രാവലിന് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ നമുക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷെ നമ്മള് മൈൻഡ് കൊണ്ട് നമ്മൾ വീണ്ടും പ്രിപ്പയർ ആയി കൂട്ടുകാരെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മൾ പോകാൻ പറ്റണം. ഒന്നാമത്തെ ധൈര്യം തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാട്ടോ വലിയ ഫാക്ടർ. ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ കമന്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഞങ്ങളുടെ ഹൃദയമിടിപ്പ് പോലെയാണ്. ഓരോ കമന്റ് വയ്ക്കും. പിന്നെ ഒത്തിരി ആൾക്കാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂട്ടുകാരെ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോ ഈ ചിലപ്പോ കമന്റ് ചെയ്യാണ്ടും ഇൻസ്റ്റയിലൊക്കെ ആയിട്ടും യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യാണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടും കമന്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മളോട് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൂട്ടുകാരെ. അപ്പൊ ഞങ്ങൾ എന്തൊക്കെ വന്നാലും നമ്മുടെ ഡ്രീം നടത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും കൂട്ടുകാരെ. നമുക്കിപ്പം ഇനിയിപ്പോൾ ഇല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പ്രശ്നം തന്നെയാണ് നമുക്ക് പോകാനുള്ള ബഡ്ജറ്റ്. അതായത് നമ്മുടെ വണ്ടി ഇനി ഇറക്കണം. വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കാണ്. വണ്ടി പോലെ തന്നെ പോകാനുള്ളവർക്ക് നാളെ കിട്ടുന്നതായിട്ട് പറഞ്ഞിരുന്നേ. അപ്പം നാളെ കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. ഇനിയിപ്പം കുക്ക് ചെയ്യാനുള്ള ഇതിന്റെ സ്റ്റൗവ് കാര്യങ്ങൾ അങ്ങനെ ചെറിയൊരു സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണിന്റെ വയർത്തേരെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടില്ലേ, എനിക്ക് അത് മാറി. കുഞ്ഞിപ്പെണ്ണ് വേർത്തപ്പോ നമ്മള് ഭയങ്കര ഫ്രീ ആയിട്ടോ. ഇന്നാണൊന്ന് 100 താഴെ ഇറങ്ങിയത്. ഞാൻ പോക്കായിരുന്നു 105 ആയിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട്. അമ്മയല്ലേ നൂരി കൊണ്ടുപോയിട്ട് പൊന്നു തന്നെ പോയതാ. അപ്പൊ നമുക്ക് പൊന്നു പേനയും ഒക്കെ എടുത്ത് എഴുതുവാട്ടോ എന്തൊക്കെയാ വേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ്, അതായത് നമ്മുടെ കയ്യിൽ ഗ്യാസ് കുറ്റിയുണ്ട്. നമ്മൾ ഗ്യാസ് അതായത് അന്ന് പോവാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ നമ്മള് ഓൾ ഇന്ത്യ പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിനകത്ത് നമ്മൾ ഗ്യാസിന്റെ കുറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ തന്നെ വെറുതെ ഇരിക്കും കുറെ കാലങ്ങളായിട്ട്. നമ്മൾ ആ ഗ്യാസ് കുറ്റി വാങ്ങിച്ചിട്ട് ഇപ്പൊ ഏകദേശം 5-6 മാസമായിട്ടുണ്ട്. നമ്മൾ വണ്ടി വാങ്ങി എക്സ്പയറി ഉണ്ട്. എക്സ്പയറി ഒക്കെ നോക്കണം.
നമ്മുടെ ഫാനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പാത്രങ്ങളൊക്കെ അതൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മള് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇല്ലാത്തത് ഇനിയിപ്പോ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളുള്ളൂ കൂട്ടുകാരെ. സ്റ്റൗ എഴുതുന്നുണ്ട്. എന്താ എടാ ഞാൻ എഴുതുന്ന എന്റെ കയ്യക്ഷരം കാണിച്ചു കൊടുക്കല്ലേ? ഇവളെങ്ങനെയാട്ടോ ഇവളെ കയ്യായിട്ടൊന്നും വേറെ ആൾക്കാർ കാണാൻ ഇഷ്ടമല്ല കേട്ടോ. ഒളിച്ചിരുന്ന് നോക്ക്. നോക്കരുത് കേട്ടോ, എനിക്ക് അങ്ങനെ നിന്റെ കയ്യക്ഷരം കണ്ടില്ലല്ലോ ഇപ്പൊ നിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയത്തില്ലേ? അല്ലേ? പിന്നെന്താ എനിക്ക് കയ്യക്ഷരം കണ്ട സ്വഭാവം അറിയാൻ പറ്റുന്ന അതുകൊണ്ടാ ഞാൻ കാണിക്കാത്ത. നിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഇതൊക്കെ എന്റെ ഡയറിയാ. ഞാൻ UK എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ഫസ്റ്റ് ആയിട്ട് UK ജോലി കിട്ടിയെന്നൊക്കെ ഉള്ളത് ലെറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് ഇതില് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡയറിയില്. അപ്പൊ കൂട്ടുകാരെ നമുക്ക് വേണ്ടത് സ്റ്റൗ. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ വേണ്ടേ? നീ ഇവിടെ വാ. വണ്ടിയിൽ പുറത്ത് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റൗ വേണം. പിന്നെ നമുക്ക് ഒരു ഇത് വേണം, ക്യാന് വെള്ളത്തിന്. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ക്യാന്. അത് എഴുതിക്കോ. അത് നമ്മൾ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ പോവാനൊക്കെ ആവുമ്പോഴേക്കും ലാസ്റ്റ് സ്റ്റേജിലേക്ക് വാങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഈ സ്റ്റൗ, ക്യാന്, വാട്ടർ ക്യാന്, സ്റ്റൗ. പിന്നെ അടുത്ത് എന്താ? ബെഡ്. അതായത് നമ്മൾ പുറകിൽ നമ്മുടെ XUV-യുടെ സീറ്റ് നിരത്തിയിട്ടിട്ട് അതിന്റെ മേലെ ബെഡ് ഇങ്ങനെ വിരിച്ചിട്ട് പോവാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അത് എങ്ങനെയാ നടക്കുന്നതെന്ന് നമുക്ക് എന്തായാലും കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ബെഡ്, പിന്നെ കർട്ടൻ. അതായത് നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ അകത്തേക്ക് കാണരുതല്ലോ. നമ്മൾ കിടന്ന് ഉറങ്ങാൻ നേരത്തൊക്കെ വിൻഡോയിന്റെ ചുറ്റും സെറ്റാക്കാനുള്ള ഉള്ള കർട്ടനും കാര്യങ്ങളൊക്കെ. പിന്നെ കറണ്ടിനുള്ള സാധനം വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി, അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം പമ്പിനുള്ള ആ സാധനം വാങ്ങിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം. പിന്നെ ആ പുതപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ ഡ്യുവറ്റാണ് ഈ ഡ്യുവറ്റ് കേട്ടോ. കേട്ടോ, ഇതിപ്പോ അടുത്ത മഴക്കാലമായി, അപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പാചകം ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് സാധനങ്ങൾ കേട്ടോ. ഒരു സോസ് പാന്, അതുപോലെ തന്നെ ഒരു കുക്കർ. നമ്മള് മെയിൻ ആയിട്ട് അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. യാത്ര പോകുമ്പോ നമ്മൾ ഒരുപാട് അങ്ങനെ നമ്മുടെ സ്വഭാവം വെച്ച് പറയാൻ പറ്റത്തില്ല കഴിക്കുന്നതൊക്കെ. അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണ് ബേസിക്കലി നമ്മുടെ ഈ കാരന ലൈഫിന്റെ ഉദ്ദേശം തന്നെ. നെക്സ്റ്റ് പിന്നെ തുണികൾ നമുക്ക് ഇപ്പോൾ ഉള്ള തുണികളൊക്കെ എടുത്തിട്ട് അങ്ങ് പോവാം. പിന്നെ ബംപീസിനകത്തുള്ള എന്റെ കുറച്ച് ഡ്രസ്സുകളിലായിരുന്നു ഞാൻ ഓർഡർ വെച്ചിരുന്നേ. ഒരു 100 പീസ് ഡ്രസ് ഉണ്ട് കേട്ടോ. ബംപീസ് ഞാൻ തുടങ്ങി. ഇപ്പൊ അത് കുഞ്ഞിപ്പെണ്ണ ഡ്രസ്സുകളാണ് ഏതുണ്ട് കേട്ടോ. ഫുൾ വെള്ള ഡ്രസ് ആയിരിക്കും കുഞ്ഞിപ്പെണ്ണ്, ഫുൾ വൈറ്റിലായിരിക്കും കേട്ടോ. ഒരു 100 ജോഡി ഡ്രസ് ഇരിപ്പുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ എടുത്തേട്ടോ, കാരണം അത് നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് വന്നേക്കുന്നതാണ്. പിന്നെ പാമ്പേഴ്സും പിന്നെ കുറച്ച് വൈപ്സും മാത്രം മതി. പിന്നെ നമ്മൾ കഴിക്കുന്ന അതേ ഫുഡ് തന്നെയാണ് അവളും കഴിക്കുന്നത്. കുറച്ച് ക്യാരറ്റോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാടമുട്ട അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. മാറ്റം വരുത്തി ചെറിയ രീതിയിൽ നമ്മള് പോവാൻ വേണ്ടി ഫസ്റ്റ് നമ്മള് മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോ പോയിക്കോണ്ടിരിക്കുക. എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ പോവാൻ വേണ്ടി പ്രിപ്പയർ ആവുക, എന്നിട്ട് നമ്മൾ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ പ്രപഞ്ച ശക്തികളെല്ലാം കൂടി നമ്മളെ അവിടെ എത്തിക്കും. അങ്ങനെയാണല്ലോ. ബുക്ക് വായിച്ചാട്ടോ. അപ്പൊ കൂട്ടുകാരെ, എന്റെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വയനാട്ടിലാണല്ലോ ഉള്ളത്. അപ്പൊ നമ്മൾ വയനാട്ടിലുള്ളപ്പം നമ്മുടെ വയനാട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവരും കാണിച്ച കാര്യങ്ങള് നമ്മൾ ഉൾപ്പെടുത്തും. പക്ഷെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ട്രിപ്പ് ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ലേ? അതെ, നമ്മുടേതായ രീതിയിൽ ഒരു വേറെ സംഭവം ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് എന്താ പറയാ, ഇപ്പൊ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അതേപോലെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അതേപോലെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതേപോലെ നമ്മുടെ കൂട്ടുകാരെ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ തന്നെ ഒരു ജില്ലയുള്ള നല്ലൊരു ഒരു മിംഗിളിംഗ് ഉണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഞങ്ങൾ എന്താണോ കാണുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ കണ്ണിൽ കൂടെ എന്താണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഫുൾ ടൈം ക്യാമറ ഓൺ ആയിട്ട് അങ്ങനെ കാണിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ആദ്യത്തെ ആഗ്രഹം, അതായത് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിലേക്ക് ഇത് ചെന്ന് അവസാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ വയനാട്ടിൽ തുടങ്ങുന്നത്. ഇത് നമുക്ക് ഓൾ ഇന്ത്യ കവർ ചെയ്ത് വരാൻ എനിക്കൊരു ഐഡിയ പറ്റട്ടെ. എന്താ? പിന്നെ നമുക്കൊരു ക്യാമറ വേണം. ക്യാമറ എന്തിനാ? വണ്ടിയില് CCTV ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്നില്ലേ, ഓരോ യാത്ര പോകുമ്പോ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങള്. കോയമ്പത്തൂർ ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം വാർത്ത നീ കേട്ടായിരുന്നോ? ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. കോയമ്പത്തൂർ ഒരു വണ്ടിക്കാര് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, വേറെ ഒരാള് വന്നിട്ട്. ഡാഷ് ക്യാമറ ഉള്ളത് നല്ലതാണ്.
കുറച്ച് ബഡ്ജറ്റ് ഏകദേശം 8,000 ഓക്കെ, നമുക്ക് യാത്ര പോകുമ്പോ നമുക്കത് സെറ്റ് ആക്കാൻ പറ്റിയാൽ നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ക്യാമറ ഓൺ ആക്കാനുള്ള ഒരു ഫോൺ ഉണ്ട്. അപ്പൊ അതങ്ങനെയാണെ അങ്ങനെ ആക്കാം കേട്ടോ. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ഉദ്ദേശം വെച്ചാൽ എന്താണ്, നമ്മൾ വണ്ടിക്ക് തന്നെ അടിക്കുന്നു പോകുന്നു, വണ്ടിക്ക് തന്നെ അടിക്കുന്നു പോകുന്നു, എണ്ണ തീരുമാനം നിൽക്കുന്നു, പിന്നെ എണ്ണ അടിക്കുന്നു, എണ്ണ വരുന്നു. പക്ഷെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം നന്നായ രീതിയിൽ കവർ ചെയ്യണം. ഞങ്ങളുടെ സ്ഥലങ്ങൾ നിങ്ങളും കൂടെ കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. വയനാട് എന്ന് പറയുമ്പോ എല്ലാരും ചിന്തിക്കുന്നത് ആൾക്കാർക്ക് പട്ടിക്കാടാണ് വിചാരമുണ്ട് വയനാട്. ഇത് പട്ടിക്കാടല്ല, ഇത് ഇവിടെ ഉണ്ട് സിറ്റികളൊക്കെ വയനാട്ടില് അല്ലേ. ഇവിടെ മൊത്തം സിറ്റിയേ ഉള്ളു കൂട്ടുകാരെ. പിന്നെ കുറെ കാട് കൂടുതൽ ഉള്ളൂ. പിന്നെ ഇവിടെ മാത്രം ആന ഇറങ്ങുന്നേ, എല്ലായിടത്തും ആനയും കടുവയ്ക്കുണ്ട്. ഇവിടെ പിന്നെന്താ, ഇവിടെ കുറച്ച് ആശുപത്രി കുറവ്, അല്ലെങ്കിൽ പിന്നെന്താ അതെന്താ അറിയാമോ, ചുരം കയറി വരുമ്പോ തന്നെ ഇവര് കുരങ്ങന്മാരെ കാണും കുറച്ച് ആൾക്കാര്. അപ്പൊ എല്ലാവരും നല്ലവരായ കുരങ്ങന്മാരുണ്ട് കേട്ടോ, മനുഷ്യന്മാരുണ്ട് കേട്ടോ. എടാ ഞാനിതൊങ്ങനെ ഒളിപ്പിച്ചെക്കുമ്പോ നീ ഹെയർ സ്റ്റൈൽ കാണിച്ചില്ലായിരുന്നോ പിന്നെ ഇവിടെ ഇങ്ങനെ മാമാട്ടിക്കുട്ടിയല്ല. നിങ്ങൾ 50 Shades of Grey കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൽ ആ നായികൻ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഞാൻ ആക്കി. പക്ഷെ ഞാൻ ആക്കി കഴിഞ്ഞവരാണ് അറിഞ്ഞത് പിന്നെ പ്രേമലൂല് ഞാൻ ആ ഹെയർ സ്റ്റൈൽ അല്ല, ഞാൻ സമ്മതിക്കൂല. ഞാൻ ഇവിടെയൊക്കെ മുറിച്ചിട്ടുണ്ട്. 50 Shades of Grey കണ്ടവർക്ക് അറിയാം, ഇങ്ങനെയാണ് അവളുടെ ഹെയർ സ്റ്റൈൽ. പക്ഷെ വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ 1 മാസം കഴിഞ്ഞപ്പോ ഇങ്ങനെയായിട്ടോ കോലം. അത് നീണ്ട്. പിന്നെ ഞാൻ എണ്ണയൊക്കെ വെക്കുന്ന നമ്മുടെ നനഞ്ഞ കോഴിനെ പോലെ ആയിപ്പോയി. ഇങ്ങനെയൊക്കെയാണോ പറയണേ? അല്ല അങ്ങനെയല്ല, സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. എന്റെ അമ്പ ബുക്ക് വായിക്കുവാണ്. അതേണ്ട മാപ്പ് എടുത്തിട്ടാണല്ലോ പെണ്ണ് നോക്കുന്നത്. ഓൾ ഇന്ത്യ ട്രിപ്പ് പോവല്ലേ, അപ്പോൾ ഇന്ത്യൻ മാപ്പൊക്കെയാ നോക്കുന്നത്. എന്താ നമ്മളല്ലേ മോള്. എന്റെ മോൻ ഇതെന്നാ എഴുതിക്കുന്നേ? I can do that. I will do it. I am okay പൊന്മടി. നിന്റെ ഡയറി ഞാൻ വായിക്കാറുണ്ടോ? ഇല്ല. നീ എന്താ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഇത് ഭയങ്കര മോശമായിപ്പെട്ടോ. എനിക്ക് ഡയറി മേടിക്കണോ? ഞാൻ ഇന്ത്യ കാണിച്ചേ. ദൈവമേ, എന്താ ഇത് കൊറേ ഉണ്ടല്ലോ. ഇന്ത്യ എടി ഇന്ത്യയുടെ മാപ്പ് എടുക്ക്. ഇന്ത്യയുടെ മാപ്പ് എടുക്ക്. ഇതൊന്നും നോക്കല്ലേ നീ. ഇന്ത്യ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടില് കണ്ടോ? അപ്പൊ കൂട്ടുകാരെ നമുക്കാണ് നമ്മുടെ ഇന്ത്യ ഫുള്ളാണ് ഇങ്ങനെ ചുറ്റി കാണണം കേട്ടോ. അതാണ് നമ്മുടെ ആഗ്രഹം പറഞ്ഞത്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നടത്താൻ പറ്റും കൂട്ടുകാരെ. നിങ്ങളുടെ കമന്റ്സ് വഴി നിങ്ങൾ അറിയിക്കണം കേട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്തൊക്കെ നമുക്കിപ്പോ നമ്മുടെ വണ്ടിക്കകത്ത് വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം, എന്തൊക്കെ നമ്മൾ വാങ്ങിക്കണം, എന്തൊക്കെ കരുതണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സ് വഴി നിങ്ങളും കൂടെ ഓർമ്മപ്പെടുത്തുമ്പോഴേ ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ഐഡിയ എന്റെ അടുത്തുണ്ട്. അവിടെയാണ് ലോണ്ടറിന്റെ ഒരു സംഭവം ഉള്ളത് കാരണം അവിടെ ഉണങ്ങി വരുന്നു. കൊറേ ഐഡിയ ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വഴുതി മാറി പശു എന്താ ചെയ്യലേ. അപ്പൊ കൂട്ടുകാർ എന്റെ ചിന്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ വയനാടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് അതിപ്പോ പറയണ്ട, അത് വീഡിയോയിലൂടെ ആൾക്കാർ കണ്ടാൽ മതി. എങ്ങനെയാന്നൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടാൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ നടക്കാണ്ട് പോയ പിന്നെ അത് സങ്കടമായി പോവില്ലേ? അപ്പൊ നമ്മൾ എന്തായാലും ഇതാട്ടോ പ്ലാനിങ് എങ്ങനെയൊന്ന് നടന്നാ മതിയായിരുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ട് ആരും മുട്ട വെക്കൊന്നും ചെയ്തു കേട്ടോ കൂട്ടുകാരെ. നടക്കാണ്ടിരിക്കാൻ കൊറേ കാലം ഇതിന് പുറകെ നടക്കണു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ UK ഇവിടെ നിർത്തി. നമുക്ക് അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലാന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കറിയാം ആരാണെന്ന്. ശത്രു ഞാനാ? നീയല്ല. ഇവനറിയാണെങ്കിൽ പറയുന്നട്ടോ. അങ്ങനെ അതൊക്കെ വെറുതെ ചിന്തിക്കുന്നത്. എന്താ കടലിൽ പോണോ? അത് കടലാക്കാം. നമുക്ക് കരയിൽ കൂടി നമ്മുടെ വണ്ടി പോവുള്ളൂ. നമ്മളാരെയും ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും ഉപദ്രവിച്ചിട്ട് നമ്മൾ ആരും ഉപദ്രവിക്കാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നല്ലേ? അതെന്താ അറിയാവോ, നമ്മൾ ട്രാവല് പോകാൻ വേണ്ടിട്ട് നമ്മളെ ദൈവം ശക്തരാക്കുന്നതാണ്. ഒരു പ്രതിസന്ധികൾ തന്നതാണ്. ശക്തിമാൻ കുഞ്ഞിനറിയില്ലല്ലോ ഡിങ്കിനൊക്കെ. ഇവക്ക് മായാവിനറിയില്ല, ലുട്ടാപ്പിനറിയില്ല, ഏതൊക്കെ രാജ്യത്ത് പോണം എന്നുള്ളത്. പെണ്ണെന്തൊക്കെയാ പറയുന്നേ?
ആ പനി മാറി ഇനി പോവാ. ടാറ്റുവാ സ്കൈ പോവാ. ടാറ്റുവാം. ആ പറയേ വാ തുറന്നു വെച്ചാ പോരെ, വർത്താനം കൂടെ പുറത്തേക്ക് പറഞ്ഞു. വായിക്കോട്ടെ വിട്ടോ. അമ്മേ തുഴിച്ചു വായിക്കോട്ടെ വിട്ടു. ദേഷ്യം പിടിച്ചുട്ടോ. ആ സോക്സ് ഇട്ടിട്ട് ദേഷ്യം പിടിച്ചു. അതിന്റെ ഉള്ളിൽ എന്താ സാധനം നോക്കുന്നത്. വിരല് കാണുന്നില്ല. അതിന്റെ ദേഷ്യ. എന്നാ പഠിച്ചോ. സ്കൈക്ക് മുടിയൊക്കെ വരുന്നുണ്ടല്ലേ. കുഞ്ഞു മുടിയൊക്കെ പൊട്ടി മുടച്ച് ഞാൻ വെള്ളയിലും വെട്ടി അങ്ങനെയാ മുടി വരും. നിനക്ക് കാണുന്നില്ലേ? പക്ഷെ നിന്റേത് മാത്രം എനിക്ക് ഇങ്ങനെ ഇപ്പൊ കണ്ടോ ഇടയ്ക്കിടെ ഇവൻ എപ്പോഴും എന്റെ മുടി പിടിച്ച് ഈ ആക്കലാ. എനിക്ക് സ്റ്റൈലാണ് ഭയങ്കര ഇഷ്ടാട്ടോ. കണ്ടോ അങ്ങനെയല്ലടി വീട് ഇങ്ങനെ സ്റ്റൈല് ഫ്രണ്ടിലെ സ്റ്റൈലാട്ടോ അത് ചാടി പോകുന്നേ. ഇതൊരുമാതിരി. അപ്പൊ കൂട്ടുകാരെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില്. പിന്നെ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ ഡെയിലി കഴിക്കുന്ന സംഭവം എന്താ? ഫുഡ്. ചോറ് മാത്രമാണ്. നമ്മൾ എപ്പോഴും ചോറുമാണ് കഴിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മാറി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കഴിക്കാന്നുള്ളതിനൊക്കെ റിസർച്ച് ഞാൻ നീ ഓവർ പ്ലാൻ ചെയ്യല്ലേ. അങ്ങനെ ചെയ്ത് നടക്കാണ്ടോ. എനിക്ക് പേടിയാട്ടെ ഇങ്ങനെ ഓവർ പ്ലാനിങ് ചെയ്യുന്ന കാണുമ്പോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നടക്കുന്ന പോലെ പോട്ടെ. ഇനിയിപ്പോ നമ്മുടെ നെക്സ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാൻ കൂട്ടുകാർ. അടുത്ത വീഡിയോക്കകത്തൊക്കെ ആയിട്ട് നെക്സ്റ്റ് എന്താ നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പ്ലാനിങ് ഒന്നും അങ്ങനെ എല്ലാ പ്ലാനും കൂടെ ചെയ്ത് വെച്ചോണ്ടല്ലോ ഒന്നും നടക്കാണ്ട് പോകും. അങ്ങനെയാ. ഹൈഫൈ കൊടുക്കാം അമ്മയ്ക്ക്. ഹലോ സ്കൈ അബ്ദുള്ള ഷേഖ് അബ്ദുള്ള. എനിക്ക് തന്നോണ്ടിരിക്കും. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയതാണ്ടേ സാധാരണ പോലെ ഇങ്ങനെ ഇട്ടോ. അതിന് കാരണമുണ്ട്. കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടല്ലേ നീ അങ്ങനെ ആക്കിയേ? നീ ഇട്ടേക്കുന്ന കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് ഇവരെപ്പോഴും എന്നോട് പറയും മുടി അഴിച്ചിട്, എനിക്ക് കെട്ടി വെക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ അഴിച്ചിടുമ്പോ എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെയുള്ള മുടി കാണുമ്പോ കൈ ഒറ്റ പിടിച്ച് വലിയായിരിക്കും, ജീവൻ പോകുന്ന വേനയാ. അപ്പൊ അവളെ ഇങ്ങനെ പരിപാലിക്കുമ്പോ എനിക്ക് മുടി അയച്ചിടുന്നത് ഒട്ടും കമ്പനിട്ടുണ്ടായിരുന്നു. അമ്മച്ചിനെ പോലെ ആയിരുന്നു. ഞാൻ അമ്മച്ചിയല്ല, കൊച്ചിന്റെ അമ്മയാണ്. പണ്ടുള്ള ആൾക്കാർ അമ്മച്ചിന്ന് വിളിച്ചോണ്ടിരുന്ന അമ്മമാരെ. പിന്നെ അല്ലാണ്ടോ എനിക്ക് എന്നെ ചർമ്മം കണ്ട പ്രായം തോന്നിരിക്കാത്ത ഇപ്പൊ എന്നെ കുഴപ്പമാണ് കൂട്ടുകാരെ. ചർമ്മം നോക്കട്ടെ. എന്റെ മുഖത്തെ കുരുവൊക്കെ ഒരുമാതിരി പോയിട്ടുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ക്ഷീണമൊക്കെ വന്നുട്ടോ. ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ വെയിറ്റ് കുറഞ്ഞു. അതുപോലെ തന്നെ മുഖത്ത് കുറച്ച് കുരുകളൊക്കെ വന്നു, പാടുകളൊക്കെ വന്നു. ഇനി അതൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. അല്ലേ? പക്ഷെ നിങ്ങൾ എന്നെ കാണുമ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ കുരുവൊക്കെ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല കേട്ടോ. ഒരുപാട് അങ്ങനെ ഇങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് അല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത സമയം ഏതാണെന്നറിയോ? പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര വിഷമായിരിക്കും. എന്താ നിന്റെ മുഖം, എന്താ എനിക്ക് എന്റെ പ്രഗ്നൻസിയിൽ ഏറ്റവും ഞാൻ ആരും ഫോൺ ചെയ്യില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് എന്റെ എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടില്ലെങ്കിലും കൂട്ടുകാരിങ്ങനെ പറയും, നീ ഭയങ്കര സാധനമാണ്, ഒന്നും വിളിക്കത്തില്ല. പിന്നെ കുറെ കുടുംബക്കാരൊക്കെ പറയും ഞാനൊന്നും വിളിക്കത്തില്ല. എനിക്ക് ഭയങ്കര ആ ഒരു ടൈമിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ 3 മാസമായപ്പോഴത്തേക്ക് നിറയല്ലേ പെട്ടെന്നായിരുന്നു കുരു വന്നത്. പിന്നെ എനിക്ക് പല്ല് കേൾക്കാൻ പറ്റാണ്ടായി. അങ്ങനെയൊക്കെയുള്ള മൈൻഡ് ഭയങ്കര വന്നപ്പോഴാണ് ഞാൻ ഭയങ്കര തകർന്നു പോയത്. എന്റെ മൈൻഡ് ഞാൻ പിടിച്ചുയർത്തിയേക്കാണ്. ഇനി എന്നെ തളർത്താനാവില്ല മക്കളെ. എനിക്ക് കുരു വന്നിട്ട് കുന്താ കുരു വരും. വരുമ്പോ ഞാൻ പൊട്ടിക്കും, ഇടിച്ചു പൊട്ടിക്കും. പിന്നെ അല്ല അമ്മേ അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് സമൂഹത്തിന്റെ തെറ്റായ ധാരണകളാണ്. മുഖത്ത് കുരു വന്നു വെച്ചിട്ട് ഒരു മനുഷ്യനാണെ കുരു വരും. പിന്നെ മനുഷ്യന്റെ മുഖത്തല്ലാണ് ഇന്നെ ഞാനും എന്റെ മുഖത്ത് വരും കുരു. അത്ര ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലെ അല്ലേ? അത് തന്നെ. പിന്നെ അതിന് വേണ്ടിട്ട് എന്താ പറയാ, എന്തൊരു പൈസയാ ഈ മുഖത്തൊക്കെ തേക്കുന്നത്. എന്തായിരുന്നു അതിന് പറയാ? സൺസ്ക്രീൻ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ യാത്രകളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാ കൂട്ടുകാരെ. അപ്പൊ നാളത്തെ വീഡിയോസിനകത്ത് ഇന്നത്തെ വീഡിയോന്റെ കമന്റ്സ് ആയിട്ട് നിങ്ങൾ പറയാം കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, നമ്മുടെ ഇനി എടുക്കുന്ന പ്രിക്കോഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് കുറച്ച് ഡെറ്റോൾ ഇതൊക്കെ എടുക്കണം. നിങ്ങൾ പറ കേട്ടോ. അപ്പൊ മറ്റൊരു നാളെ കാണാം.